കഴിഞ്ഞ ദിവസം രാവിലെ റിട്ടയേർഡ് റവന്യൂ ഉദ്യോഗസ്ഥനായ വി ദാമോദരനും ഭാര്യ ഗീതയും കാസർഗോഡ് പൊയ്നാച്ചിയിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. വീടിന്റെ വരാന്തയിലായി ഒരു വെള്ള പേപ്പറും അതിനു മുകളിലായി ഒരു സ്വർണ്ണമാലയും. ഇത് കണ്ട ദാമോദരൻ ആദ്യമൊന്ന് ഞെട്ടിപ്പോയി. തുടർന്ന് ആശ്ചര്യത്തോടെ ഭാര്യ ഗീതയോടും പറഞ്ഞു. ഓടിച്ചെന്ന് ആ മാല കയ്യിലെടുത്ത ശേഷം കയ്യിൽ മുറുകെ പിടിച്ച നെഞ്ചോട് ചേർത്ത് കരയുകയാണ് ഗീത ആദ്യം ചെയ്തത്. ആ സമയം രണ്ടുപേരുടെയും മുഖത്തെ സന്തോഷവും സങ്കടവും ഒക്കെ മാറി മാറി വന്നു. രണ്ടുപേർക്കും ഇപ്പോൾ കിട്ടിയ ഈ സന്തോഷത്തിന്റെ കഥയറിയണമെങ്കിൽ ഒരു 9 ദിവസം പുറകോട്ട് പോകണം. അതായത് ഓഗസ്റ്റ് 4-ാം തീയതി പൊയ്നാച്ചിയിൽ നിന്നും പറമ്പയിലേക്ക് അക്ഷയ ബസ്സിൽ ഇവർ ഒരു ചെറിയ യാത്ര നടത്തിയിരുന്നു. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പറമ്പയിലെത്തി ഇറങ്ങി നടക്കുന്നതിനിടയിലാണ് തന്റെ കഴുത്തിൽ കിടന്നിരുന്ന 4.5 പവന്റെ താലിമാല കാണാനില്ല എന്ന് ഗീത മനസ്സിലാക്കുന്നത്. സകലയിടത്തും അന്വേഷിച്ചുവെങ്കിലും നിരാശ മാത്രമായിരുന്നു ബാക്കി. ഗീതയ്ക്ക് നഷ്ടപ്പെട്ടത് വെറുമൊരു മാലയായിരുന്നില്ല. 27 വർഷമായി താൻ നിധി പോലെ കൊണ്ടു നടന്ന കെട്ടുതാലിയായിരുന്നു അത്. കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒന്നും താനിത് ഊരിവെക്കാറില്ല എന്നാണ് ഗീത പറയുന്നത്. അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ സംഭവം മേൽപ്പറമ്പ് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. പോലീസിന്റെ പൊതുജന കൂട്ടായ്മ വാട്സപ്പ് ഗ്രൂപ്പിലും സന്ദേശം ഷെയർ ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 8 ദിവസമായിട്ടും മാലയെക്കുറിച്ച് യാതൊരുവിധ തുമ്പും ലഭിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് 9-ാം ദിവസം വീട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കുറിപ്പ് സഹിതം സ്വർണ്ണമാല വീടിന്റെ ഉമ്മറപ്പടിയിലെത്തിയത്. മാലയോടുള്ള സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ദാമോദരൻ ചേട്ടൻ കത്തെടുത്ത് വായിച്ചു. എന്നാൽ മാല കിട്ടിയതിനേക്കാൾ ഞെട്ടലായിരുന്നു ആ കത്ത് വായിച്ചപ്പോൾ രണ്ടുപേർക്കും ഉണ്ടായത്. ഒരു മോഷ്ടാവിന്റെ കുമ്പസാരം എന്ന് വേണമെങ്കിൽ ഈ കത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ മാല എന്റെ കൈകളിൽ കിട്ടിയിട്ട് ഇന്നേക്ക് 9 ദിവസമായി. ആദ്യം ഞാൻ സന്തോഷിച്ചു. പിന്നീട് കയ്യിലെടുക്കും തോറും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ, ഒരു വിറയൽ. കുറെ ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന്. ഇത് കെട്ടുതാലിയാണെന്നുള്ള സന്ദേശം വാട്സാപ്പിൽ കണ്ടു. പിന്നെ തീരുമാനിച്ചു ആരാന്റെ മുതൽ വേണ്ട എന്ന്. എന്നെ പരിചയപ്പെടുത്താൻ താല്പര്യമില്ല. ഇത്ര ദിവസം കയ്യിൽ വെച്ചതിനും വേദനിപ്പിച്ചതിനും മാപ്പ് എന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത്. കൂടാതെ സമീപ പ്രദേശമായ കുണ്ടംകുഴി എന്ന സ്ഥലപ്പേരും താഴെയായി എഴുതിയിട്ടുണ്ട്. മാല കളഞ്ഞു കിട്ടിയതാണോ അതോ ബോധപൂർവം കൈക്കലാക്കിയതാണോ എന്ന് വ്യക്തമാകുന്നില്ലെങ്കിലും കത്തിലെ ഉള്ളടക്കം ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ കൂടുതൽ അന്വേഷണം നടത്തിയാൽ തന്നിലേക്ക് എത്തുമെന്ന ഭയം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ താലിമാലയാണെന്ന് അറിഞ്ഞ എന്തെങ്കിലും ഒരു വൈകാരികത തോന്നിയതുകൊണ്ടായിരിക്കാം അയാൾ ഇങ്ങനെ ചെയ്തത്. മാല ഇത്രയും നാൾ കയ്യിൽ വെച്ചതിന്റെ വിഷമത്തിലാകാം അജ്ഞാതനായ വ്യക്തി നേരിട്ടെത്താതിരുന്നത് എന്നാണ് ഗീത പറയുന്നത്. അതുപോലെ കാഴ്ചയിൽ മറഞ്ഞു നിൽക്കുന്ന അജ്ഞാതനെ കാണാനായെങ്കിൽ എന്ന ആഗ്രഹവും ഗീത മറച്ചുവെക്കുന്നില്ല. ഒരുപക്ഷെ അയാൾ അറിയാതെ ചെയ്തുപോയ ഒരു തെറ്റായിരിക്കാം അത്. എന്നിരുന്നാലും അത് തിരുത്താൻ കാണിച്ച മനസ്സ് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. എന്തായാലും സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്.